നമസ്കാരം. ആർടെമിസ് 2 ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി ബഹിരാകാശ യാത്രികർ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലെത്തിക്കാനുള്ള നാസയുടെ സ്വപ്ന പദ്ധതിയുടെ ഏറ്റവും നിർണായകമായ ഈ ദൗത്യം ചന്ദ്രനെ വലയം വെച്ച് ചരിത്ര നേട്ടം കൈവരിച്ചാണ് തിരികെ വരുന്നത്. ഓറിയോൺ പേടകത്തിലെ യാത്രികരെ സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചിറക്കാനുള്ള അത്യന്തം സങ്കീർണമായ തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ആഗോള ശാസ്ത്രലോകം. നാസ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം US സമയം ഏപ്രിൽ 10 രാത്രി അല്ലെങ്കിൽ ഭാരത സമയം ഏപ്രിൽ 11 പുലർച്ചെ ഓറിയോൺ പേടകം ഭൂമിയിൽ തൊടും. യാത്രയുടെ ഓരോ ഘട്ടവും കൃത്യമായ ആസൂത്രണത്തോടെയാണ് പൂർത്തിയാക്കുന്നത്. യാത്രാപഥത്തിലെ സങ്കീർണമായ തിരുത്തലുകൾ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് യാത്രികർ മടക്കയാത്ര തുടങ്ങിയത്. ഭൂമിയിൽ നിന്ന് ഏകദേശം 2 ലക്ഷം നോട്ടിക്കൽ മൈൽ അകലെയിരിക്കെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ചാന്ദ്ര ദൗത്യ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ഷിപ്പ് ടു ഷിപ്പ് കോൾ നടന്നതിന്റെ അപൂർവ നേട്ടവും ആർടെമിസ് 2 സ്വന്തമാക്കിയിട്ടുണ്ട്. ബഹിരാകാശത്തെ ആശയവിനിമയ രംഗത്ത് ഇത് വലിയ വിപ്ലവമാണ്. ഓറിയോൺ പേടകം ഇനി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്കുള്ള പുനഃപ്രവേശനമാണ്. സെക്കൻഡിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ വേഗതയിൽ പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അനുഭവപ്പെടുന്ന അതിശക്തമായ വായുഘർഷണം പേടകത്തിന് ചുറ്റുമുള്ള ഏകദേശം 2800 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയർത്തും. ഇത് സൂര്യന്റെ ഉപരിതലത്തിലെ ചൂടിന്റെ പകുതിയോളം വരും. ഈ കൊടും ചൂടിൽ നിന്ന് പേടകത്തെയും യാത്രികരെയും സംരക്ഷിക്കുന്നത് ഓറിയോണിലെ അത്യാധുനിക ഹീറ്റ് ഫീൽഡുകളാണ്. എവോകോട്ട് എന്ന പ്രത്യേക പദാർത്ഥം കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അന്തരീക്ഷത്തിൽ പ്രവേശിച്ച് സമുദ്രത്തിൽ പതിക്കുന്നത് വരെയുള്ള ഏകദേശം 20 മിനിറ്റുകളാണ് ദൗത്യത്തിലെ ഏറ്റവും നിർണായകമായ സമയം. ഈ ഘട്ടത്തിൽ പേടകത്തിന് ചുറ്റും അയോണൈസേർഡ് പ്ലാസ്മയുടെ ഒരു കവചം രൂപപ്പെടുന്നത് കാരണം ഭൂമിയുമായുള്ള ആശയവിനിമയം താൽക്കാലികമായി തടസ്സപ്പെടുവാൻ സാധ്യതയുണ്ട്. ഇതിനെ കമ്മ്യൂണിക്കേഷൻ ബ്ലാക്കൌട്ട് എന്നാണ് വിളിക്കുന്നത്. ആർടെമിസ് 2 ദൗത്യത്തിൽ നാസ പരീക്ഷിക്കുന്ന മറ്റൊരു പ്രത്യേകത സ്കിപ്പ് എൻട്രി എന്ന വിദ്യയാണ്. ഒരു കല്ല് വെള്ളത്തിന് മുകളിലൂടെ തെന്നിപ്പോകുന്നത് പോലെ അന്തരീക്ഷത്തിന്റെ മുകൾ തട്ടിൽ തട്ടി അല്പനേരം ഉയർന്നു പൊങ്ങിയ ശേഷം വീണ്ടും താഴേക്ക് ഇറങ്ങുന്ന രീതിയാണ് ഇത് പേടകത്തിനുള്ളിലെ യാത്രികർ അനുഭവിക്കുന്ന ജി ഫോഴ്സ് കുറയ്ക്കുവാനും പേടകത്തെ കൃത്യമായി നിശ്ചിത സ്ഥലത്തേക്ക് ഇറക്കുവാനും സഹായിക്കുന്നു. പസഫിക് സമുദ്രത്തിലാണ് പേടകം ഇറങ്ങുകയെന്നാണ് നാസ വ്യക്തമാക്കിയിരിക്കുന്നത്. പേടകത്തിന്റെ വേഗത കുറയ്ക്കാനായി പ്രത്യേക പാരച്യൂട്ടുകൾ ഉപയോഗിക്കും. ഏകദേശം 40,000 കിലോമീറ്റർ വേഗതയിൽ വരുന്ന പേടകത്തിന്റെ വേഗത സെക്കൻഡിൽ ഏതാനും മിനിറ്റുകളായി കുറയ്ക്കുവാൻ ഈ പാരച്യൂട്ടുകൾ സഹായിക്കും. സമുദ്രത്തിൽ പതിക്കുന്ന പേടകത്തെയും യാത്രികരെയും വീണ്ടെടുക്കുവാൻ US സേനയുടെ കപ്പലുകൾ നേരത്തെ തന്നെ സജ്ജമായിരിക്കും. നിലവിൽ പേടകത്തിലെ എല്ലാ സംവിധാനങ്ങളും തൃപ്തികരമാണെന്നും റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച്, ജെറമി ഹാൻസ് എന്നീ 4 യാത്രികരും പൂർണ്ണ ആരോഗ്യവാന്മാരാണെന്നും നാസ അറിയിച്ചിട്ടുണ്ട്. 1972 അപ്പോളോ ദൗത്യത്തിന് ശേഷം ആദ്യമായിട്ടാണ് മനുഷ്യ ചന്ദ്രനിലേക്ക് തിരിച്ചു പോകുന്നത്. ആർടെമിസ് 2 വിജയം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ആർടെമിസ് 3 ദൗത്യത്തിന് വഴിമരുന്നിടും. ആർടെമിസ് 3 ആദ്യമായി ഒരു സ്ത്രീയും കറുത്ത വർഗ്ഗക്കാരനായ ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തുക. ഇത് ചന്ദ്രനിൽ ഒരു സ്ഥിരം മനുഷ്യ സാന്നിധ്യത്തിനും അവിടെ നിന്ന് ചൊവ്വയിലേക്കുള്ള ദീർഘദൂര യാത്രകൾക്കും അടിത്തറപ്പാകും. മനുഷ്യൻ ചന്ദ്രനെ കീഴടക്കുന്നത് വെറും ദൂരത്തിലല്ല, മറിച്ച് സാങ്കേതിക വിദ്യയുടെയും ഇച്ഛാശക്തിയുടെയും കരുത്തിലാണ്. ആർടെമിസ് 2 സുരക്ഷിതമായി ഭൂമിയിൽ തൊടുന്നതോടെ ശാസ്ത്ര ചരിത്രത്തിലെ സുവർണ അധ്യായം പൂർത്തിയാകും. ഇതിനായി കാത്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ശാസ്ത്രപ്രേമികൾ. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.